ഹലോ. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പെപ്പർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സമയം 12:30 നമ്മൾ ഓൾറെഡി ചിക്കൻ വിങ്സ് എല്ലാം വൃത്തിയാക്കി ഫ്രീസറിൽ മസാലയും പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി അത് കഴുകി കളഞ്ഞിട്ട് വേണം പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. ഞങ്ങൾ 3 പേരുണ്ട് കേട്ടോ. കൂട്ടനിപ്പോൾ ഇറങ്ങി വരും. ജസ്റ്റ് നമ്മൾ പടപടായെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചോറിനപ്പോഴത്തേക്കും നമ്മുടെ പെപ്പർ ചിക്കൻ 3 പേര് കൂടെ ഒന്നിച്ച് ഒരു ഹറിബറി ചിക്കൻ കറിയാണ്. എന്തായാലും നമ്മൾ സവോള എരിയുന്നു, വെളുത്തുള്ളി ഇഞ്ചി എല്ലാം സെറ്റാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റേ സൈഡിൽ പെരിഞ്ജീരകം അതുപോലെ തന്നെ കുരുമുളക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി നമ്മൾ പൊടിക്കാനായിട്ട് പോവാണ്. മിക്സിയിലിടുന്നു, അത് ഒരു സൈഡിൽ നിന്ന് പെട്ടെന്ന് പൊടിക്കുന്നു. അതേസമയം വെളുത്തുള്ളി ഇഞ്ചി എന്നിവ നമ്മുടെ വളരെ നാടൻ രീതിയിൽ ഇടിച്ച് ചതച്ച് നമ്മളെടുക്കുന്നു. അതോടൊപ്പം കഴുകി ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഓൾറെഡി മസാലയുണ്ട്, അതൊന്ന് കഴുകി കളയണം. എന്നിട്ട് വേണം നമ്മുടെ പെപ്പർ ചിക്കന് വേണ്ടിയിട്ട് തന്നെ ഒരുക്കാനായിട്ട്. എന്തായാലും മഞ്ഞളുടെ ഒരു ചെറിയ അംശം പോകാതെ നിൽക്കുകയാണ്. ഇനി പെട്ടെന്ന് സ്റ്റവ് ഓണാക്കി ചട്ടി അടുപ്പത്ത് വെക്കുന്നു. അതിനകത്തോട്ട് നമ്മൾ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒലിവ് ഓയിൽ ഒഴിക്കുന്നു. ഇനി നമ്മൾ സവോള വഴറ്റാനായിട്ട് പോകുന്നത്. കൂട്ടത്തിലൊരല്പം ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, നല്ല വൃത്തിക്ക് വാടി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മൂത്ത് വന്ന സവോളയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുകയാണ്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുരുമുളക് പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി നല്ല മൂപ്പാകുന്നോടം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാണ്. ചിക്കനിൽ കണ്ടില്ലേ ഒരു ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടിയുടെ ഒക്കെ കളറുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒന്ന് വാഷ് ചെയ്ത് മാക്സിമം കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഇളക്കി വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നു. ഇടയ്ക്കൊന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് തീ അധികം വേണ്ട, ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നല്ല ഒരു പാത്രത്തിലേക്ക് എടുക്കാം. കണ്ണിമാങ്ങ അച്ചാർ, സാമ്പാർ, പെപ്പർ ചിക്കൻ, അതുപോലെ തന്നെ സോയാ ചങ്ക്സ്, അതുപോലെ തന്നെ നമ്മുടെ നാടൻ ചോറും. ആഹാ, അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മസാലയൊക്കെ പിടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്.